ഇവ രണ്ടും പരസ്പരം സ്പർശിച്ചാൽ ആ സമയത്തേക്ക് നിങ്ങളെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും തെളിഞ്ഞു വരും. പല കാര്യങ്ങളെന്നാൽ നിങ്ങളുടെ ചിന്തകൾ വ്യക്തമാകും, വികാരങ്ങളടങ്ങും, നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്ന് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. യോഗ ശാരീരിക ക്ഷമതയ്ക്ക് വേണ്ടിയല്ല. ശാരീരിക ക്ഷമത ഒരു അനുബന്ധ ഫലം മാത്രമാണ്. ജീവിതത്തിന്റെ ശരിയായ ജാമിതി കണ്ടെത്തുക എന്നതാണ് പ്രധാനം. കാരണം ഭൗതിക പ്രപഞ്ചം മുഴുവൻ ജാമിതിയാണ്. നമസ്കാരം സദ്ഗുരു. അങ്ങ് എവിടെ പോയി സംസാരിക്കുമ്പോഴും അങ്ങൊരു പ്രത്യേക രീതിയിലാണ് ഇരിക്കാറുള്ളത്. അങ്ങ് ഇപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെയാണ്. അങ്ങ് ഇടതുകാലിലെ ചെരിപ്പ് മാറ്റി ഇടതുകാൽ മുകളിലും വലതുകാൽ നിലത്തുമായിരിക്കുന്നു. ഇത് അങ്ങയുടെ ഒരു സ്റ്റൈലാണോ, അതോ ഒരു മനുഷ്യൻ ഇരിക്കേണ്ടത് ഈ രീതിയിലാണോ? ഇതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഹഠയോഗ എന്ന് വിളിക്കപ്പെടുന്ന ശാരീരിക നിലകൾ നിങ്ങളുടെ ശരീരത്തെ ഒരു പ്രത്യേക ജാമിതീയ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ പരിവർത്തനപ്പെടുത്തുന്ന പ്രക്രിയയാണ്. അങ്ങനെ നിങ്ങളുടെ ജാമിതി പ്രപഞ്ചത്തിന്റെ വലിയ ജാമിതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും പ്രപഞ്ചവുമായി താളത്തിലായിരിക്കും. നിങ്ങൾ എത്രത്തോളം സമനിലയുള്ളവരാണ്, നിങ്ങൾ എത്ര വ്യക്തമായി കാര്യങ്ങൾ കാണുന്നു, എത്ര നന്നായി കാര്യങ്ങൾ ചെയ്യുന്നു എന്നതെല്ലാം നിങ്ങളെ ചുറ്റുമുള്ള മറ്റെല്ലാ കാര്യങ്ങളുമായി എത്രത്തോളം താളത്തിലാണെന്നതിനെ ആശ്രയിച്ചിരിക്കും. അത് ആളുകളായാലും മരമായാലും ജീവനായാലും വെറും ശൂന്യതയായാലും നിങ്ങൾ അതുമായി ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നത് ലോകത്തിലുള്ള നിങ്ങളുടെ പ്രവർത്തനം എത്രത്തോളം സുഗമവും തടസ്സമില്ലാത്തതുമാണെന്ന് തീരുമാനിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെയല്ല ഇരിക്കുന്നത്. സംസാരിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ. ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വിശദീകരിക്കുകയാണെങ്കിൽ അതിലൊരുപാട് വശങ്ങളുണ്ട്. അതിലൊരു ലളിതമായ വശം ഇടത് ഉപ്പൂറ്റിയാണ്. ഈ ഇടത് ഉപ്പൂറ്റിയിൽ ഒരു പ്രത്യേക പോയിന്റ് ഉണ്ട്. ഇന്ന് വൈദ്യശാസ്ത്രം അതിനെ അക്കിലീസ് എന്നാണ് വിളിക്കുന്നത്. You heard of that? You heard of the man Achilles? You heard of the man? You saw the movie? You didn't see the movie? Troy? You didn't see? An innocent boy. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അക്കിലീസ് ശരീരത്തിന്റെ മൂലാധാരം അഥവാ പെരിനിയം എന്ന ഭാഗത്ത് അമർത്തിവെക്കുന്നു. ഇവ രണ്ടും സ്പർശിച്ചാൽ ആ സമയത്തേക്ക് നിങ്ങളെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും തെളിഞ്ഞു വരും. പല കാര്യങ്ങൾ എന്നാൽ നിങ്ങളുടെ ചിന്തകൾ വ്യക്തമാകും, നിങ്ങളുടെ വികാരങ്ങളടങ്ങും, നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്ന് വളരെ വ്യക്തമായി കാണാൻ കഴിയും. അക്കിലീസിന്റെ ഉപ്പൂറ്റിയിൽ അമ്പേറ്റതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ ഉപ്പൂറ്റിയിൽ ആരെങ്കിലും മുറിവേൽപ്പിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കില്ല, അല്ലേ? എന്നാൽ അക്കിലീസ് മരിച്ചത് അങ്ങനെയാണ്. അദ്ദേഹത്തിന് എത്രയോ കാലം മുമ്പ് ഇന്ത്യയിൽ മറ്റൊരു വ്യക്തിയും ഇതുപോലെ മരിച്ചിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു, കൃഷ്ണ ജന്മാഷ്ടമി. കൃഷ്ണനും ഇതേ രീതിയിലാണ് മരിച്ചത്. ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ വിദഗ്ധമായ രീതിയിലാണ് അവരെ കൊലപ്പെടുത്തിയത്. വെറുതെ കഴുത്തറുത്തോ തല തകർത്തോ അല്ല, മറിച്ച് അക്കിലീസിലെ ആ കൃത്യമായ പോയിന്റിൽ മുറിവേൽപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ശരീരത്തിലൊരു പ്രത്യേക ഊർജ വ്യവസ്ഥയുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അക്കിലീസിലെ ആ പോയിന്റ് നിങ്ങളുടെ മൂലാധാരവുമായി സ്പർശിച്ചാൽ നിങ്ങൾക്കൊരു പ്രത്യേക സമനില ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു പക്ഷവും പിടിക്കില്ല. നോക്കൂ, നമുക്കെല്ലാവർക്കും സ്വന്തമായ അഭിപ്രായങ്ങളും ആശയങ്ങളും പ്രത്യയ ശാസ്ത്രങ്ങളുമുണ്ട്. നിങ്ങളുടെ സ്വന്തം ജീവിതാനുഭവങ്ങൾ, നിങ്ങളുടെ ജീവിതാനുഭവങ്ങളും മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങളും നിങ്ങൾ കാണുന്ന എല്ലാത്തിനെയും സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഇഷ്ടമാണ്, ആ വ്യക്തിയെ ഇഷ്ടമല്ല, നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നു, മറ്റൊരാളെ വെറുക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് നിങ്ങൾ നിരന്തരം ഓരോ പക്ഷം പിടിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ നിങ്ങൾക്ക് ജീവിതത്തെ ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഒരു പക്ഷവും പിടിക്കരുത്. ജീവിതത്തിലെ ഓരോ നിമിഷവും എല്ലാത്തിനെയും തികച്ചും പുതുതായി കാണാൻ നിങ്ങൾ തയ്യാറാവണം. ജീവിതത്തിലെ ഓരോ നിമിഷവും എല്ലാത്തിനെയും പുതുതായി കാണാൻ കഴിയണം. ഇത് മനസ്സിലാക്കാൻ ആളുകൾക്ക് വലിയ പ്രയാസമാണ്. 30-35 വർഷമായി എന്നോടൊപ്പം ഉള്ളവരുണ്ട്. എല്ലാ ദിവസവും എന്നോടൊപ്പം ജോലി ചെയ്യുന്നവർ, പല കാര്യങ്ങളും ചെയ്യുന്നവർ. എന്നിട്ടും അവരെക്കുറിച്ച് എനിക്ക് ഒരു അഭിപ്രായവുമില്ല. എന്തെങ്കിലും ജോലി ഏൽപ്പിക്കേണ്ടി വരുമ്പോൾ മാത്രം ഞാൻ അവരുടെ കഴിവും മറ്റും നോക്കിയേക്കാം. അല്ലാതെ ഇത്രയും കാലം കൂടെയുള്ള ഒരാളെക്കുറിച്ച് പോലും എനിക്ക് ഒരൊറ്റ അഭിപ്രായവുമില്ല. ഇത്രയും കാലം കൊണ്ട് എനിക്ക് അവരെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ എനിക്കതില്ല. കാരണം അതാണ് ആത്മീയ പ്രക്രിയയുടെ സത്ത. നമ്മൾ ഓരോ ജീവനെയും ഒരു സാധ്യതയായിട്ടാണ് എപ്പോഴും കാണുന്നത്. തീർച്ചയായും സാധ്യതയും യാഥാർത്ഥ്യവും തമ്മിലൊരു ദൂരമുണ്ട്. ചിലർക്ക് ആ ദൂരം പിന്നിടാനുള്ള ധൈര്യവും
പ്രതിബദ്ധതയും ഉണ്ടാകും. ചിലർക്ക് ആ ദൂരം പിന്നിടാനുള്ള ധൈര്യവും പ്രതിബദ്ധതയും ഉണ്ടാകില്ല. പക്ഷേ ഓരോ ജീവനും ഒരു സാധ്യതയാണ്. ആ സാധ്യത എപ്പോഴും തുറന്നിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെക്കുറിച്ചും ഒരഭിപ്രായവും രൂപീകരിക്കാൻ പാടില്ല. നല്ലവൻ ചീത്ത മോശം ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകരുത്. അവരിപ്പോൾ ഈ നിമിഷം എങ്ങനെയാണെന്നത് മാത്രം നോക്കുക. ഈ നിമിഷം അവർ എങ്ങനെയുണ്ട് എന്നത് മാത്രമാണ് എനിക്ക് പ്രധാനം. നിങ്ങൾ ഇന്നലെ എങ്ങനെയായിരുന്നു എന്നത് എൻ്റെ വിഷയമല്ല. നിങ്ങൾ നാളെ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. നാളെ എന്നത് സൃഷ്ടിക്കപ്പെടേണ്ട ഒന്നാണ്. അതിപ്പോഴേ ഉറപ്പിച്ചു വെക്കേണ്ട ഒന്നല്ല, അല്ലേ? ഇത് ശരീരത്തിൻ്റെ ഒരു പ്രത്യേക ജ്യാമിതിയാണ്. ശരീരത്തിൻ്റെ ജ്യാമിതി നിങ്ങൾ ശരിയായി കൈകാര്യം ചെയ്താൽ, ഞാൻ പറയട്ടെ, ഇപ്പോൾ പാശ്ചാത്യ സംസ്കാരങ്ങൾ യോഗയെ വെറും ഒരു സ്ട്രെച്ചിങ് വ്യായാമമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു പകരം നിങ്ങൾക്ക് പിലാറ്റസ് ചെയ്യാം, ബോക്സിംഗ് ചെയ്യാം, ടെന്നീസ് കളിക്കാം. നിങ്ങൾക്ക് ശാരീരിക ക്ഷമത നിലനിർത്തിയാൽ മതിയെങ്കിൽ എവിടെയെങ്കിലും പോയി ഓടുകയോ മല കയറുകയോ ടെന്നീസ് കളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. യോഗ ശാരീരിക ക്ഷമതയ്ക്ക് വേണ്ടിയല്ല. ശാരീരിക ക്ഷമത ഒരു അനുബന്ധ ഫലം മാത്രമാണ്. ജീവിതത്തിൻ്റെ ശരിയായ ജ്യാമിതി കണ്ടെത്തുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഭൗതിക പ്രപഞ്ചം മുഴുവൻ ജ്യാമിതിയാണ്. ഇപ്പോൾ ഈ കെട്ടിടം ഇവിടെ നിൽക്കുന്നു. ഇത് എത്ര കാലം നിൽക്കും, ഇന്നിത് നമ്മുടെ തലയിൽ വീഴുമോ അതോ ദീർഘകാലം നിലനിൽക്കുമോ എന്നത് പ്രധാനമായും ഇതിൻ്റെ ജ്യാമിതീയമായ കൃത്യതയെ ആശ്രയിച്ചിരിക്കും. ശരീരത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെ. ഗ്രഹമണ്ഡലങ്ങളുടെ കാര്യവും പ്രപഞ്ചത്തിൻ്റെ കാര്യവും എല്ലാത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെ. ഭൂമി സൂര്യനെ ചുറ്റുന്നത് ഒരു സ്റ്റീൽ കേബിൾ കൊണ്ട് ബന്ധിപ്പിച്ചിട്ടൊന്നുമല്ല, വെറുമൊരു ജ്യാമിതീയ പൂർണ്ണത കൊണ്ടാണ്, അല്ലേ? ആ ജ്യാമിതി ചെറിയൊരു മാറ്റം വന്നാൽ പോലും അത് എന്നേക്കുമായി ഇല്ലാതാകും. നിങ്ങളുടെ കാര്യത്തിലും ഇത് സത്യമാണ്. നിങ്ങളുടെ അടിസ്ഥാന ജ്യാമിതിയിൽ നിന്ന് നിങ്ങൾ മാറിയാൽ നിങ്ങൾ തീർന്നു. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ശരിയായ ജ്യാമിതി കൈവരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ നിങ്ങൾ ജീവിതത്തിലൂടെ മുന്നോട്ടു പോകാൻ പ്രാപ്തരാകും. നല്ല കാര്യങ്ങൾ മാത്രമേ തങ്ങൾക്ക് സംഭവിക്കാവൂ എന്ന് ചിന്തിക്കുന്നവർ സത്യത്തിൽ അവർ ജീവിതത്തിന് അനുയോജ്യരല്ല. കാരണം കഠിനമായ സാഹചര്യങ്ങളിലൂടെ സംഘർഷമില്ലാതെ സന്തോഷത്തോടെ കടന്നുപോകാൻ നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ എല്ലാ സാധ്യതകളെയും ഒഴിവാക്കും, അല്ലേ? ചെറിയൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ജീവിതത്തിലെ വലിയ സാധ്യതകളെല്ലാം നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കും. നിങ്ങൾ ജ്യാമിതീയമായ ഒരു പ്രത്യേക ഐക്യത്തിലായിരിക്കുമ്പോൾ മാത്രമേ സാഹചര്യം എന്തായാലും അതിലൂടെ കടന്നുപോകാൻ നിങ്ങൾ തയ്യാറാവുകയുള്ളൂ.